ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്താതെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു. മുൻ ഉപമുഖ്യമന്ത്രി നിർമ്മൽ സിംഗ്, മുൻ മന്ത്രിമാരായ സാത് ശർമ്മ, ചൗധരി ശ്യാംലാൽ, അജയ് നന്ദ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നറിയുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ജമ്മു കാശ്മീരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ വിമത ശബ്ദങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ആദ്യ ദിവസം 44 പേരുടെ പട്ടിക പുറത്തുവിട്ട ബി.ജെ.പി മിനിറ്റ് കൊണ്ട് ആ പട്ടിക തിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും 16 പേരുടെ പേരുകളായി അത് 2 ഘട്ടങ്ങളിൽ തിരുത്തുകയും ചെയ്തിരുന്നു. വലിയ പ്രതിഷേധം മുതിർന്ന നേതാക്കളെ പിന്തുണയ്ക്കുന്ന ആളുകൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസിന് മുന്നിൽ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെല്ലാം ഒടുവിൽ ആദ്യം പുറത്തുവിട്ട ആ 44 പട്ടികയിലെ ശേഷിക്കുന്ന 29 പേരുടെ പേരുകൾ ഇന്നലെ വീണ്ടും ബി.ജെ.പി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിനർത്ഥം മുതിർന്ന നേതാക്കളെ കൂടി ബി.ജെ.പി മുതിർന്ന നേതാക്കളിൽ പ്രമുഖരായിട്ടുള്ളവരെ ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിർമ്മൽ സിംഗ് മുൻ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകിയിട്ടില്ല. സാത് ശർമ്മ, ചൗധരി ശ്യാംലാൽ, അജയ് നന്ദ മുതലായവർക്കും സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിൽ കേന്ദ്ര നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രശ്നങ്ങൾ, സംഘടനാപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ബി.ജെ.പിയുടെ പ്രതിനിധികളൊക്കെ ജമ്മുകാശ്മീരിൽ എത്തിയിട്ടുണ്ട്. ഇത്തവണ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ വിജയം നേടുക, 3 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക എന്നുള്ളത് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇതിനനുബന്ധമായിട്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. താങ്ക് യു, ആർ രാധാകൃഷ്ണൻ.